അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവാണ് ഒരു ദൈവ പൈതലിന് ആഴമേറിയ തിരിച്ചറിവുകൾ നൽകുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും ഏറ്റുപറയാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്, യേശു എന്റെ രക്ഷിതാവാണ്, യേശു ദൈവപുത്രനാണ് എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെയോ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള തിരിച്ചറിവ് നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവാണ് നാം ദൈവമക്കളാണ് എന്ന തിരിച്ചറിവ് നൽകുന്നത്. അപ്പോൾ യേശുവിനെ കുറിച്ച് അറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പിതാവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ മണിക്കൂറിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച്, പിതാവായ ഏകപുത്രനെ കുറിച്ചുള്ള ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ഈ ആത്മാവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തുക, കണ്ണുകളെ അടയ്ക്കുക. ഈ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും ഈ ആത്മാവ് പ്രവർത്തിക്കും. ഓ മകനെ, മകളെ, ഇപ്പോൾ നീ എളിമപ്പെടുക. ആത്മാവിൽ എളിമയും അനുതാപത്തോടും കൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിലവിളിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ പരിശുദ്ധാത്മാവെ, ഇപ്പോൾ ജനപദങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഈ ഭൂമുഖത്തെ നവീകരിക്കുന്ന ആത്മാവെ, കുടുംബങ്ങളെ നവീകരിക്കുന്ന ആത്മാവെ, ജനസമൂഹങ്ങളെ നവീകരിക്കുന്ന ആത്മാവെ, സഭയെ നവീകരിക്കുന്ന ആത്മാവെ, വ്യക്തി ജീവിതങ്ങളെ നവീകരിക്കുന്ന ആത്മാവെ, ഇപ്പോൾ നിലവിളിച്ച് കരയുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ വ്യക്തികളുടെ മേലും അതിശയകരമായി വ്യാപരിക്കണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ. അന്ധകാര ജടിലമായ കോട്ടകൾ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളും ദൈവമക്കളെ തലമുറകളായി ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക ശക്തിയുടെ എല്ലാ തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ, എല്ലാ ആത്മാക്കളും ഉണരട്ടെ, എല്ലാ മനസ്സുകളും ഉണരട്ടെ, എല്ലാ കുടുംബങ്ങളും ഉണരട്ടെ, സഭാ സമൂഹങ്ങൾ ഉണരട്ടെ, ദേശം ഉണരട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി, യേശുവിലൂടെ രക്ഷയ്ക്ക് വേണ്ടി സകല ദേശങ്ങൾ ഉണരട്ടെ, കുടുംബങ്ങൾ ഉണരട്ടെ. ഹാലലുയ, 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 ഹാലലുയ. ദുർവൃത്തിയിൽ ജീവിക്കുന്നവർ, 6-ാം പ്രമാണ ലംഘനത്തിൽ ജീവിക്കുന്നവർ, 1-ാം പ്രമാണ ലംഘനത്തിൽ ജീവിക്കുന്നവർ, ദൈവവചനത്തോട് മറുതലിക്കുന്നവർ, ദൈവപുത്രനെ സുമനസ ഉപേക്ഷിച്ചവർ, തിരുസഭ ഉപേക്ഷിച്ചവർ, തിരുസഭ വിരോധം ജീവിക്കുന്നവർ, എതിർ ക്രിസ്തുവിന്റെ പിടിയിൽ അമർന്നവർ, നിരീശ്വരത്തിൽ ഇരിക്കുന്നവർ, എല്ലാ വിപരീത ശക്തിയുടെ പിടിയിൽ നിന്നും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവമക്കളെ വിടുവിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 17:3. ഏക സത്യ ദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട എന്റെ വത്സല സഹോദരങ്ങളെ, സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വലിയ തീഷ്ണതയോടെ
ഈ ധ്യാനകേന്ദ്രം വിട്ടുപോയ അനേകം വ്യക്തികളെ പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുവാൻ ഈ അച്ഛനിട വന്നിട്ടുണ്ട്. അവരിൽ പലരും ദൈവം ആഗ്രഹിച്ചതുപോലെയുള്ള വലിയ അഭിഷേകത്തിലേക്ക് ഉയരാതെ ക്ഷീണിച്ചും ആത്മാവിൽ വരൾച്ചയിലും തടസ്സത്തിലും പാപത്തിലും അന്ധകാരത്തിലും വീണ്ടും അകപ്പെട്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ അവരുടെ നടപ്പിനെയും ജീവിത രീതികളെ കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവരിൽ പലരും യേശു ക്രിസ്തുവിനെ അല്ല ഹൃദയത്തിൽ രക്ഷിതാവായി ഒന്നാം സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ രക്ഷിതാവായി അവർ വേളാങ്കണ്ണി മാതാവിനെയാണ് വെച്ചിരിക്കുന്നത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ രക്ഷിതാവായി അവർ അന്തോനീസ് പുണ്യവാളിനെയാണ് വെച്ചിരിക്കുന്നത്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ രക്ഷിതാവായി അവരുടെ ജീവിതത്തിന്റെ സകലവും സർവസ്വവുമായി ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് യൗസേപ്പ് പിതാവിനെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ ഭൂമിയുള്ള ആരെ വെച്ചാലും അതിന്റെ പേരാണ് വിഗ്രഹാരാധന. എന്താണ് ഒരു ദൈവ പൈതൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവ മക്കളോട് ആവശ്യപ്പെടുന്നത്? ഏക സത്യ ദൈവമായ പിതാവിനെ അറിയണം. അവിടുന്ന് അയച്ച അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ അറിയണം. ഇതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിച്ചൊരു സംഗതിയുണ്ട്. നിങ്ങൾ ഇന്ന വിധത്തിൽ ഇന്ന ഭക്തികൾ അഭ്യസിക്കണം എന്നല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ വചനത്തിലേക്ക് കൊണ്ടുവന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ മക്കളെ ദൈവ പിതാവിങ്കലേക്ക് കൊണ്ടുവന്നു. ഇന്നും സഭയുടെ ദൗത്യം ഇതാണ്. യേശു ക്രിസ്തുവിന്റെ എല്ലാ മക്കളെയും, പിതാവിന്റെ മുഴുവൻ മക്കളെയും പിതാവിനെ ആരാധിക്കാൻ പിതാവിന്റെ പക്കലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണല്ലോ സഭ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത്. ഇത് തന്നെ യേശു ക്രിസ്തുവിന്റെ അരികിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് യേശു ക്രിസ്തുവിനോട് ചില സംശയം ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നത്തെ കാലത്ത് യേശു ക്രിസ്തുവിന്റെ പ്രഘോഷണം കേട്ടപ്പോൾ കുറെ ആളുകൾക്ക് ഒരാഗ്രഹം ഉണ്ടായി. തങ്ങളുടെ പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച് ഇനി ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് അവർ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലയോ യേശുവേ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ യാതൊരു സംശയവും കൂടാതെ യേശു ക്രിസ്തു അവരോട് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 28-ഉം 29-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഊർജം നീ ചെലവഴിക്കേണ്ടത് അതും ഇതും ചെയ്ത് കൂട്ടാൻ വേണ്ടിയല്ല. പിന്നെയോ രണ്ടാളെയാണെങ്കിൽ രണ്ടാളെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഊർജം ചെലവഴിക്കേണ്ടത്. ഒരു ഇടവകയുടെ പണം, ഒരു ഇടവകയുടെ ശക്തി അത് പ്രധാനമായും ചെലവഴിക്കേണ്ടത് അതും ഇതും ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെയോ രണ്ടാളെ ആണെങ്കിൽ രണ്ടാളെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഇടവകയുടെ ശക്തി പ്രധാനമായും ഉപയോഗിക്കേണ്ടത്. യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവ കോപം അവന്റെ മേൽ ഇരിക്കുന്നു. ഇത് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പിതാവിന്റെ ഏകജാതൻ പഠിപ്പിച്ച വചനങ്ങളാണ്. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും എന്റെ ഈ വാക്കുകൾ ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസം വരികയില്ല എന്ന് പഠിപ്പിച്ചവനായ യേശു ക്രിസ്തു അത്രേ ഈ സത്യം പ്രഘോഷിച്ചിരിക്കുന്നത്. യോഹന്നാൻ 3:36
പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവന്റെ മേൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് നമ്മുടെ സമയം എന്തിനു വേണ്ടി നാം ചെലവഴിക്കണം? ഇന്ന് ഒരു ദൈവ പൈതൽ നാം കണ്ടുമുട്ടുമ്പോൾ ആ ദൈവ പൈതൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്തി പ്രസ്ഥാനം വളർത്താൻ വേണ്ടിയാണോ ആ ദൈവ പൈതലിന്റെ സമയം ചെലവഴിക്കേണ്ടത്? ഒരു ദൈവ പൈതലിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതും ഇതും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു രീതിയിലേക്കാണോ ഒരു ദൈവ പൈതൽ അധപ്പതിക്കേണ്ടത്? ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിലേക്ക് വരണമെന്നല്ലേ വചനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്? അതല്ലേ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം? ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നാം ഈ കാര്യങ്ങളെ ഗവനിക്കാതെ നടക്കുന്നു? നമ്മുടെ അടുത്തൊരു വ്യക്തി ഉണ്ടായിരിക്കുകയും ആ വ്യക്തി പല ഭക്തികളിൽ മുഴുകുകയും എന്നാൽ യേശുവിനെ അറിയാതിരിക്കുകയും ചെയ്താൽ അവനെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? അവന്റെ മേൽ ദൈവ കോപത്തിലിരിക്കുന്നു. ഓ പ്രിയ ദൈവ പൈതലേ, നിന്നോടുകൂടെ ദേവാലയത്തിൽ വരുന്ന സഹവിശ്വാസിയുടെ ആത്മാവിന്റെ സ്ഥിതിയെപ്പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ദൈവ പൈതൽ ദൈവത്തിലേക്ക് വരാൻ തടസ്സമായ വിധത്തിലുള്ള ഒരു മനോഭാവവും ഒരു ചിന്തയും നീ ആ വ്യക്തിക്ക് പകർന്നു കൊടുക്കരുത്. നിന്റെ വാക്കുകളാലും നിന്റെ ചിന്തകളാലും നിന്റെ പ്രബോധനങ്ങളാലും നിന്റെ പ്രവൃത്തികളാലും നീ ഒരു ദൈവ പൈതലിനെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. കാരണം യേശു ക്രിസ്തുവിൽ അത്രേ നിത്യജീവൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ പൂർണ്ണത, മയമുള്ള ശ്ലീഹ, യേശുവിന്റെ പക്ഷത്തിൽ ചാരിക്കിടന്ന ശ്ലീഹ, ഒത്തിരി മറ്റു ശ്ലീഹന്മാരെക്കാൾ കുറെ കൂടെ മയമുള്ള ശ്ലീഹയാണ് യോഹന്നാൻ ശ്ലീഹ. പൗലോസിനെ പോലെ തീഷ്ണമതി എന്നതിനേക്കാൾ സ്നേഹത്തിന്റെയും ദൈവാനുഭവത്തിന്റെ ഒരു വലിയൊരു ശാന്തതയുടെയും ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ ശ്ലീഹ. ആ ശ്ലീഹ പഠിപ്പിക്കുന്ന എന്താണ്? യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അല്ലയോ ദൈവ പൈതലേ, ഇന്നെത്രയോ ആളുകൾ, ഞാൻ യോസേപ്പ് പിതാവിന്റെ ആളാണ്, ഞാൻ അന്തോനി സൂണിയാളിന്റെ ആളാണ്, ഞാൻ മാതാവിന്റെ ആളാണ്, ഞാൻ യൂദാത്ത ദേവസിന്റെ ആളാണ്, എന്റെ എന്ത് പ്രശ്നം വന്നാലും എന്റെ പുണ്യകാലം കൈവിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ഭാഗവും സമയവും മാറ്റിവെക്കുന്നു. ഒരു വ്യക്തി എന്നോട് പറഞ്ഞെങ്ങനെയാണ്, എന്റെ ഗീവർഗീസ് പുണ്യാളൻ ഇന്ന് വരെ കൈവിട്ടിട്ടില്ല. അത് ശരി തന്നെയാണ്. വിശുദ്ധന്മാരോട് മധ്യസ്ഥ അപേക്ഷിക്കണം. അത് തിരുസഭ അംഗീകരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. എന്നാൽ ഓ ദൈവ പൈതലേ, സഭ പഠിപ്പിക്കുന്ന അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. നിന്റെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും കൂടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അതിനുവേണ്ടി നിന്റെ സമയം ചെലവഴിക്കണം. അതിനുവേണ്ടി നിന്റെ പണം മാറ്റിവെക്കണം. നീ ഒരാത്മാവിനെ യേശുവിലേക്ക് കൊണ്ടുവരാൻ, ഒരാത്മാവിനെ വചനം പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ സമയവും നിന്റെ പണവും നീ ചെലവഴിക്കുന്നുണ്ടോ? ഇത് പ്രസക്തമായൊരു പ്രശ്നമാണ്. ഇത് പ്രസക്തമായൊരു വിഷയമാണ്. നിന്റെ നിത്യരക്ഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല എന്ന് വ്യക്തമായി 1 യോഹന്നാൻ 5:12 പഠിപ്പിക്കുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ദൈവവചനം പഠിക്കാനും യേശുക്രിസ്തുവിനെ ആരാധിക്കാനും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി പൂജിക്കാനും യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ പ്രഘോഷിക്കാനും മറ്റുള്ളവരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ചെലവഴിക്കണം. We have to love Christ and His church. മറ്റെല്ലാറ്റിനേക്കാൾ ഉപരിയായി യേശുവിനെയും യേശുവിന്റെ സഭയെയും സ്നേഹിച്ച് യേശുവിന്റെ സാക്ഷിയായി ജീവിക്കുന്ന അഭിമാനം കൊള്ളുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി ഞാൻ നിങ്ങൾ മാറണമെന്നല്ലേ തിരുസഭാ മാതാവ് ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് യേശുവിനെ അറിയുക? മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ഈശോനാഥൻ ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വചനം ഞാൻ വായിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൽ 27-ാമത്തെ വാക്യം, എന്റെ പിതാവ് സർവവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും
പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏക സത്യദൈവമായ പിതാവിനെ ആരാധിക്കാൻ, യേശു ക്രിസ്തുവിനെ അറിയാൻ ഒരു വെളിപാട് നമുക്ക് ആവശ്യമാണ്. ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ആവശ്യമാണ്. ഒരു കഴിവ്, ഒരു കപ്പാസിറ്റി നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമായ ഒരു വിഷയമാണ്. പല ആളുകളും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് അതിനൊന്നും കഴിവില്ല, നമുക്ക് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാം, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി എനിക്കൊരു പ്രാർത്ഥന എഴുതി തന്നതാണ്. ആ പ്രാർത്ഥന എന്താണെന്നറിയോ? ഇൻ ദ നെയിം ഓഫ് മേരി, മാതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവവചന പ്രകാരം വിപരീതമായൊരു നടപ്പാണത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനല്ലേ ദൈവത്തിന്റെ വചനം നമ്മളോട് കൽപ്പിക്കുന്നത്? മാതാവും മറ്റെല്ലാ വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അവരുടെ നാമത്തിലല്ല സഭ പിതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സഭ പിതാവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. ദുരാചാരങ്ങൾ അരുതേ. ദുരാചാരങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ നിത്യബന്ധനത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം, നമ്മൾ ആരും നിസ്സാരക്കാരല്ല, നമുക്ക് ദൈവത്തെ അറിയാൻ കഴിവില്ല, നമുക്ക് യേശുവിനെ അറിയാൻ കഴിവില്ല, നമുക്ക് പരിശുദ്ധാത്മാവിനെ കഴിവില്ല എന്ന് ആരും ചിന്തിക്കരുത്. നീ മാമോദിസ മുങ്ങിയൊരു വ്യക്തിയാണോ? നീ സഭയിൽ അംഗമായൊരു വ്യക്തിയാണോ? മാമോദിസയുടെ സമയത്ത് നീ ദൈവത്തിന്റെ പൈതലായി തീർന്നപ്പോൾ നിനക്ക് ദൈവം വലിയൊരു അഭിഷേകം തന്നിട്ടുണ്ട്. ആ അഭിഷേകമാകട്ടെ 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് അവൻ നമുക്ക് നൽകിയെന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഏക സത്യ ദൈവമായ പിതാവിനെ അറിയാനും യേശുവിനെ ആരാധിക്കാനുമുള്ള ആ കഴിവ്, ആ അറിവ് മാമോദീസയിലൂടെ സഭാഗാത്രത്തിൽ അംഗമാകുന്നതോടുകൂടെ ഒരു ദൈവ പൈതലിന്റെ മേൽ പകർന്നു നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ഒരു വലിയ കഴിവ് യേശു ജനതതികൾക്ക്, മനുഷ്യവംശത്തിന് പകർന്നു നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവ മക്കളാകാൻ യേശു ക്രിസ്തു കഴിവ് നൽകി. പിതാവിനെ അറിയാൻ യേശു ക്രിസ്തു കഴിവ് നൽകി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ യേശു ക്രിസ്തു കഴിവ് നൽകി. യേശുവിനെ ആരാധിക്കാൻ യേശു ക്രിസ്തു കഴിവ് നൽകി. അങ്ങനെ കഴിവുറ്റവരായി മാറ്റപ്പെട്ടവരാണ് മാമോദിസം മുങ്ങുന്ന ഓരോ വിശ്വാസിയും എന്ന് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഒരു വിശ്വാസിയോട് അച്ഛൻ സംസാരിച്ചു. അപ്പോൾ ആ വിശ്വാസി പറയാണ്, ഹൂ നോസ് ഹൂ ജീസസ് ഈസ്? യേശു ക്രിസ്തു ആരാണെന്ന് ആർക്കറിയാം? എനിക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ? അപ്പോൾ അദ്ദേഹം യാതൊരു കൂസലുമില്ലാതെ പറയാണ്, ഐ ആം നോട്ട് പ്രാക്ടീസിങ്, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ക്രൈസ്റ്റ്. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ബോധർ ചെയ്യുന്നില്ല. ഐ ആം നോട്ട് പ്രാക്ടീസിങ്. എനിക്ക് യേശു ക്രിസ്തുവിനെ എന്നോട് ചോദിക്കേണ്ട, എനിക്ക് അറിയാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ആരാണെന്ന് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സഭ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മാമോദിസ് എന്താണെന്ന് എനിക്ക്, ഇങ്ങനെ കൈ കഴുകി പോണ നിസ്സംഗത, റിലീജിയസ് ഇൻഡിഫറൻസ്, ആത്മീയ നിസ്സംഗത, മതപരമായ നിസ്സംഗതയുള്ള ഒരുപാട് നിസ്സംഗതയുടെ ആത്മാവ് ഇന്ന് പടർന്നു വ്യാപിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തി നിസ്സംഗതയുടെ ആത്മാവിന്റെ പിടിയിൽ അമർന്നാൽ ആ മകനും മകളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അല്ലയോ മകനെ, അല്ലയോ മകളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് ഞാൻ കടപ്പെടുത്തുന്നു. നീ യേശു ക്രിസ്തുവിനെ അറിയാൻ കടപ്പെട്ടവനാണ്. നീ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കടപ്പെട്ടവനാണ്. നീ അങ്ങനെ യേശു ക്രിസ്തുവിനെ അറിയാതിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നിന്റെ തലയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ നീ സംശയം വിചാരിക്കേണ്ട. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, പുത്രനെ അനുസരിക്കാത്തവനോ അവന്റെ മേൽ ദൈവ കോപം ഇരിക്കുന്നു. അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. വീണ്ടും തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ
1-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വചനം ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഇന്ന് യേശുവിനെ അറിയാൻ നീ ഉത്സാഹിക്കുന്നില്ലേ? നിന്റെ കാതുകളിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് കേൾപ്പിച്ചിട്ട്, നിന്റെ കൈകളിൽ യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ലീഫ്ലെറ്റുകൾ തന്നിട്ട്, നിനക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള സാഹചര്യങ്ങൾ ടെലിവിഷനിലൂടെ ക്രമീകരിച്ച് തന്നിട്ട്, നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിതും താല്പര്യമില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു പൈതലാണോ നീ? നിനക്ക് നിന്റെ സ്വന്തം തന്നിഷ്ടപ്രകാരം ഇന്ന് നടക്കാമെങ്കിലും നാളെ ഇതിന്റെ കുറ്റം നിന്റെ തലയിൽ നീ ചുമക്കേണ്ടി വരും എന്നല്ലേ തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം, ഇറ്റേണൽ ഡാമിനേഷൻ, നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗ്രഹിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗമാലിയേലിന്റെ പാദങ്ങളിൽ പഠിച്ചിട്ടുള്ള ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ, ബുദ്ധി സാമർത്ഥ്യത്തിൽ അഗ്രഗണ്യൻ, അത്രയും ഖേമനായ പൗലോസ് സാവൂൾ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയുള്ള ഈ കാര്യത്തെക്കുറിച്ച് ഒരല്പം ഗ്രാഹ്യം കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്തൊരു രീതിയുണ്ട്. ലോകത്തിൽ വലിയ മാന്യൻ, എല്ലാവരുടെയും കയ്യടി ലഭിക്കുന്നവൻ, എല്ലാവരുടെയും കണ്ണിലുണ്ണി, പഠനത്തിൽ അഗ്രഗണ്യൻ, ബുദ്ധി സാമർത്ഥ്യത്തിൽ ഒന്നാമൻ, അവൻ എന്തു ചെയ്തു? അവൻ ചെയ്ത കാര്യമാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7ഉം 8ഉം വാക്യങ്ങൾ. എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ പ്രതി നഷ്ടമായി കണക്കാക്കുന്നു. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വതും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ എറിയുകയും ചെയ്യുന്നു, ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനെ കുറിച്ചുള്ള അറിവിൽ ഉത്തരോത്തരം വളരുന്നതിനും വേണ്ടി അപ്പോസ്തലൻ സ്വീകരിച്ച ഒരു മാർഗമാണ്. ലോകത്തിന്റെ കയ്യടി, ലോകത്തിന്റെ കണ്ണിലുണ്ണി, ലോകത്തിന്റെ 1-ാം സ്ഥാനം അവൻ ഉച്ചിഷ്ടം പോലെ അവൻ കണക്കാക്കി, ചപ്പും ചവറും പോലെ അവൻ മാറ്റിവെച്ച്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഇതെന്തിനു വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്? ഫിലിപ്പി ലേഖനം 3:10 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അത് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിന് വേണ്ടിയാണ്. യേശുവിനെ അറിയാൻ, യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയാൻ പൗലോസ് അപ്പോസ്തലൻ ഈ ജീവിതത്തിൽ നഷ്ടം സഹിച്ച്, ഈ ജീവിതത്തിൽ ത്യാഗം സഹിച്ച്, ഈ ജീവിതത്തിൽ പലതും വേണ്ടെന്ന് വെച്ച് അവൻ പരിത്യാഗത്തോടെ, അവൻ യേശുക്രിസ്തുവിന്റെ സന്നിധി എളിമയോടെ, അവൻ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി, അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിവും അവന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ശക്തിയെക്കുറിച്ചുള്ള അറിവും പ്രാപിക്കാൻ അവന്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തി, അവൻ എളിമപ്പെടുത്തി. എന്റെ നിങ്ങളുടെ സ്ഥിതി എന്താണ്? ഇന്ന് യേശുവിനെ കുറിച്ച് അഭിമാനമായി കണക്കാക്കുന്നുണ്ടോ? ഇന്ന് യേശുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് യേശുവിനെ കുറിച്ചുള്ള വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് പകരം എളുപ്പത്തിൽ കാര്യം നടക്കാൻ വേണ്ടി എങ്ങോട്ടായി ഓടുന്നത്? പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ മകളെ നീ അങ്ങോട്ടിങ്ങോട്ട് തലങ്ങുമലങ്ങ് ഓടരുത്. നീ നിന്റെ ഭവനത്തിലിരുന്ന് വചനം പഠിക്കണം, നിന്റെ പള്ളിയിൽ പോയി നിന്റെ കർത്താവിനെ നീ ആരാധിക്കണം, നീ ബലിയർപ്പണങ്ങളിൽ പങ്കുചേരണം. ഇതാണ് പ്രധാനപ്പെട്ട നിയോഗം. ഇതാണ് തിരുസഭയുടെ മക്കളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അന്ധകാരത്തിന്റെ എല്ലാ സ്വാധീനങ്ങളെയും കഴുകണമേ, തിന്മയുടെ കോട്ടകളെ തകർക്കണമേ. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം: ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുക എന്നതാണല്ലോ നിത്യജീവൻ. അതിനുള്ള കൃപ തരണമേ കർത്താവേ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ക്രമരഹിതമായിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം ക്രമപ്പെടുത്തട്ടെ. അന്ധകാരാവൃതമായ മേഖലകളിലേക്കെല്ലാം ദൈവത്തിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ.
ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സഭയുടെ ഉത്തമ സന്താനങ്ങളായി സഭയുടെ ആത്മാവിനോട് ചേർന്ന് ഈ ലോകത്തിൽ കർത്താവിനെ ആരാധിച്ച് ജീവിക്കാൻ സഭയുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവമക്കളായി ഓരോരുത്തരെയും കർത്താവ് ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. സഭയുടെ പിതാക്കന്മാരോട് ചേർന്ന്, സഭയുടെ പുണ്യപിതാക്കന്മാരോട് ചേർന്ന്, സഭയുടെ അപ്പോസ്തലന്മാരോട് ചേർന്ന്, സഭയിലുള്ള ഇപ്പോഴത്തെ പ്രബോധകരോട് ചേർന്ന്, സഭയിലുള്ള ഇടവക വികാരിമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവമേ, സഭാ മക്കളെല്ലാം ഇത് കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ മക്കളെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പറുദീസ മുഴുവൻ ഹൃദയത്തിനേകുന്ന പരിശുദ്ധ കാരുണ്യമേ, പരിശുദ്ധാത്മാവിനെ സദയം പകരുന്ന പരമോന്നത സൗഭാഗ്യമേ, മരുന്നല്ല ലേപനമല്ല നിൻ കാരുണ്യ തിരുവോസ്തിയാണെന്റെ പുണ്യം. അൾത്താരയിൽ നേരുന്ന ആരാധന, എന്റെ ഉൾത്താരിലും പാടുന്ന ആരാധന. അൾത്താരയിൽ നേരുന്ന ആരാധന, എന്റെ ഉൾത്താരിലും പാടുന്ന ആരാധന. ഒരു ദൈവ പൈതൽ തന്റെ ആത്മീയ ജീവിതത്തിന്റെ അത്യത്ഭുത ശക്തി പ്രാപിക്കാൻ ദൈവം തന്നെ അനന്ത ജ്ഞാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി സ്രോതസ്സുകളാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ നാമം, തിരുസഭ, തിരുസഭയുള്ള ശുശ്രൂഷകൾ, പൗരോഹിത്യം, ഇങ്ങനെയുള്ള മേഖലകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ തന്റെ മക്കൾക്ക് ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും, ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളിലും ദൈവത്തിന്റെ അത്ഭുത ശക്തി ദർശിക്കാൻ തക്കവണ്ണം ദിവ്യ കാരുണ്യ രൂപനായി യേശു ക്രിസ്തുവിനെ തിരുസഭ മക്കൾക്ക് നൽകുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് എല്ലാ വേദനകളും ദിവ്യകാരുണ്യ യേശു ക്രിസ്തുവിലേക്ക് നൽകി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. യേശു ക്രിസ്തുവിനെ സഭയോട് ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ സഭയെയും യേശുക്രിസ്തുവിന്റെ വചനങ്ങളെയും മറ്റെന്തിനേക്കാളും അധികമായി സ്നേഹിക്കാൻ തക്കവണ്ണം ഇപ്പോൾ അങ്ങയുടെ ദാസിദാസന്മാരുടെ ഹൃദയങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.